സോ നമ്മുടെ മലയാളത്തിലെ ഒരു വളരെ വെറൈറ്റീസ് ഓഫ് ഒരു സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു വളരെ വ്യത്യസ്തമായ ഫിലിമോഗ്രഫിയുള്ള ഒരു ഡയറക്ടറാണ് കൃഷാന്ത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സീരീസ് ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. നമുക്കൊരു നമ്മുടെ ചാനലിനൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അതെ സംഘർഷ ഘടനയുടെ ട്രെയിലർ റിയാക്ഷനിൽ അദ്ദേഹം ഞങ്ങൾ ചോദിച്ചു എന്താണ് അതിന്റെ നമുക്ക് വരുന്ന 3 കമന്റിൽ ഒരു കമന്റ് ആയിരുന്നു. സോ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി സിനിമയുടെ ഒരു ഡയറക്ടറെ നമുക്ക് കമന്റ് ചെയ്യുന്നതിൽ. സോ 4 സംഘം എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ആക്ച്വലി നമുക്ക് എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, പക്ഷെ അതൊരു സസ്പെൻസ് റോളാന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് റിവീൽ ചെയ്യാം, ഞാൻ പറയത്തില്ല, നിർബന്ധിച്ച് പറയാം. പക്ഷേ സംഭവ വിവരണം 4 സംഘം അങ്ങനെയാണ് അതിൻ്റെ ടൈറ്റിൽ വന്നിരിക്കുന്നത്. ഒരു വലിയ എപ്പോഴും കൃഷാന്തിൻ്റെ എല്ലാ പടത്തിലും ഭയങ്കര വലിയ ടൈറ്റിലാണ്. സോ അതിൻ്റെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്കത് കണ്ടോ. സോണി ലിവിലാണിത് റിലീസാണ്, OTT റിലീസാണ്. ഇത് സീരീസ് ആണെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. കുറച്ചധികം പ്രോജക്റ്റ് പുള്ളിയുടെ. അതെ. സോ നമുക്ക് അതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. തിരുവനന്തപുരത്ത് 100 പുറത്ത് കോയിലുണ്ട്. ഈ കോയിലേക്കൊക്കെ പോകുന്നത് തമിഴ്നാട്ടിലെ കോളം. ഈ പൂക്കച്ചവടത്തിന്റെ സിസ്റ്റം ഉണ്ട്. ടെൻഡർ തുടങ്ങി പുഷ്പാർച്ചന ഫുള്ള് ലോബിങ്. 12,50,000 കിങ്ങി പൂക്കള സാമ്രാജ്യത്തിലെ ബാദ്ഷാന്നൊക്കെ പറയാം. പുഷ്പാഭിഷേകവും പുഷ്പം കൊണ്ട് തുലഭാരം ചെയ്യണം. എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് അപ്രോച്ച് കിട്ടിയിട്ടുണ്ട്. 4 സംഘം. പക്ഷേ കുറവില്ലേ അവരുടെ സംഘത്തിൽ? നിങ്ങൾ 4 പേരും മൂന്നല്ലേ? അപ്പൊ 4 സംഘം. നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്നില്ലേ, ഇത് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്റെ കഥയാണ്, ഇതെന്റെ പേരിലാണ് പുറത്തുവരാൻ പോകുന്നത്. പാല് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഈ സംഘം. പാല് പൂവ് മറ്റേ കച്ചവടം തുടങ്ങിയ നമ്മളൊരു ആദിരാത്രി ലോകയുണ്ടാകും. നായികനില് പക്ഷെ ഇപ്പൊ ഉള്ള ഈ ടെമ്പോ പേസ് ചടുലത ഇതെല്ലാം ഒന്നുകൂടെ കൂട്ടേണ്ടി വരും. ഏതൊരു പുതിയ വില്ലനെ കൂടി കൊണ്ടുവരേണ്ടി വരും. ആയിക്കോട്ടെ, ആരെങ്കിലും മരുന്നുകൾക്കൊരു റിസർവേഷൻ ഇല്ല. വൈബായിട്ടാണ് അല്ലേ സംഭവം വരണം. 4 സംഘം. ഒരു ഗംഭീര സിനിമയാണ്, ഒരു കമേഴ്ഷ്യൽ സൂപ്പർ ഹിറ്റ്. ഇതെല്ലാം ആദ്യയുടെ കൈ കിട്ടിയാണല്ലോ. പിറ്റേ ദിവസം രാവിലെ അയാൾ വർക്കൗട്ട് ജീവി അറിഞ്ഞൂടെ രാംബോവിന്റെ സംഭവം നല്ല വൈബായിട്ടാണ്. കാരണം ഈ പുള്ളിയുടെ എനിക്ക് ഭയങ്കര ക്രിക്കിയായിട്ടുള്ള എല്ലാ പടത്തിലുണ്ട്. അത് ഭയങ്കര രസമാണ്. പുള്ളിയുടെ ഫേവറേറ്റ് സിനിമകൾ പറയുന്ന കേൾക്കുമ്പോഴും അത് വളരെ ഞാൻ കഴിഞ്ഞ ദിവസം പുള്ളി എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാം എവിടെയോ ഒരു പടത്തിൻ്റെ കുറച്ച് പടങ്ങളെ പറ്റി 5 പടങ്ങൾ എന്തോ ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 5 പടത്തിൽ 1-2 പടം ഞാൻ കണ്ടിട്ടുണ്ട്. സബ്സ്റ്റൻസ് കണ്ടോണ്ട് ഞാൻ. പിന്നെ അതിനകത്ത് പുള്ളി പറഞ്ഞ ലെയർ കേക്ക് എന്ന് പറഞ്ഞ പടം ഞാൻ കണ്ടില്ല. ഞാനത് ഡൗൺലോഡ് വെച്ചിട്ടുണ്ട്. ആ പടം അതൊന്ന് കാണണം. സംഭവം നല്ല വൈബൈറ്റ് ആവണം. കാര്യം പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് അല്ലേ, ഒരു മെറ്റാന്ന് പറയുന്നില്ല, അങ്ങനത്തെ എലമെന്റ് ഉണ്ട്. ഈ എനിക്ക് വന്ന് കഥ പറയുക എന്തോ ഒരു എലമെന്റ് കൂടെ ഉണ്ടെന്ന്. അതായത് എനിക്കൊന്ന് ജഗദീഷ് ഇങ്ങനെ ഇവരോട് ഇങ്ങനെ പറയുന്നില്ലേ, നിങ്ങൾക്ക് ഞാനൊരു നിങ്ങളെപ്പറ്റി ഒരു അവരെ തന്നെ വെച്ച് പറയുമ്പോൾ എന്തുകൊണ്ടെന്ന് അറിയില്ല, ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ എന്തോ അതെന്താ കഥ ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കഥയ്ക്കകത്ത്. ശരിക്കും ഇവരെ ഒരുപക്ഷെ അത്രയും വലിയ ഗ്യാങ്സ്റ്റേഴ്സ് ഒന്നും ആയിരിക്കത്തില്ലായിരിക്കും. ഗ്യാങ് ആയിട്ട് ഇവരെ മേ ബി സംഘം അങ്ങനെ അതറിയില്ല നമുക്ക് എന്താണെന്ന്. പക്ഷെ ഇത് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൻ്റെ ഒരു മൂഡ്
പുള്ളിയുടെ ഒരു എന്താ പറയുക സെറ്റിംഗ് രസമുണ്ട് ഈ പൂക്കച്ചവടത്തിന്റെ അതായത് നമ്മുടെ ഗ്യാങ്സ്റ്റർ പടമാണ് അല്ലെ, ഒരു ഗ്യാങ്സ്റ്റർ പരിപാടിയാണ്. പക്ഷെ അത് ഒരു പൂക്കച്ചവടത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് പറയുന്നത്. അത് നമുക്കൊരു ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. വലിയ അതെ ദർശനാരായണനാണ് ഇതിനകത്ത് ഇപ്പം വില്ലൻ. പുതിയൊരു അത് പറയുന്നല്ലോ മറ്റേ ആ സ്ത്രീകൾക്ക് ഈ മേഖലയിൽ ഒരു റിസർവേഷൻ വേണമല്ലോ അത് പറയുന്നല്ലോ. അത് കൊള്ളായിരുന്നു. അങ്ങനെ ഒരു രസമുണ്ട്. ഇത് 29-ാം തീയതി അല്ല, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പം അങ്ങനെ ഒരു ക്വർക്കി ലൈനിൽ അവതരിപ്പിക്കുന്ന രസമുള്ള പരിപാടിയാണ്. അത് എനിക്ക് എപ്പോഴും തോന്നുന്നു പുള്ളി ഭയങ്കര നല്ലൊരു കൊമേഴ്ഷ്യൽ ഡയറക്ടറാണ്. പക്ഷെ പുള്ളിയുടെ ആ പടത്തിന് എപ്പോഴും ഒരു എന്താ പറയുക ഓഡിയൻസ് കുറച്ചൊരു നീഷ് ഓഡിയൻസ് വരുന്നൊരു കൊമേഴ്ഷ്യൽ പടമാണ് പുള്ളിയുടെ പടങ്ങൾ എപ്പോഴും. അതായത് എന്താ പറയുക, ഇതുവരെ എനിക്ക് തോന്നുന്നു വിഷ്വലി നമ്മൾ കണ്ട ഉടനെ ഇത് കൊമേഴ്ഷ്യൽ പടമാണെന്ന് തോന്നുന്ന കൊമേഴ്ഷ്യൽ പടങ്ങളല്ലേ പുള്ളി ചെയ്തിട്ടുള്ളത്. പക്ഷെ എൻ്റെ കണ്ടന്റ് വൈസ് കൊമേഴ്ഷ്യൽ പടമാണ്. അതെ അതെ, കൊമേഴ്ഷ്യൽ ആംഗിൾ എല്ലാ പടത്തിലും ഉണ്ട് പുള്ളിക്ക്. പക്ഷെ അതിനകത്തൂടെ ഒരു ക്രാഫ്റ്റ്, ഒരു ഡയറക്ടറുടെ ഒരു എന്താ സിഗ്നേച്ചർ ലൈനിൽ സഞ്ചരിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട് പുള്ളിക്ക്. ശരിക്കും നമുക്ക് പേഴ്സണലി ഇപ്പോൾ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ഉണ്ടാവുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു നമുക്ക് നോക്കി കാണാവുന്ന ടൈപ്പ് ഓഫ് ഒരു ഡയറക്ടർ കൂടെയാണ് അദ്ദേഹം. വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുകയാണ്. അതെ അതെ, അതെങ്ങനെയാണ് പറയുക. ഇപ്പോൾ സിനിമ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടെന്ന് വെച്ചാൽ ഒരു കല്ലെടുത്ത് മേളിട്ട് അത് താഴെ വീഴുമ്പോൾ അത് സിനിമ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു തലയില്ല എന്ന് പറയുന്ന പോലെ അത്ര ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട്. അല്ല, ഞങ്ങള് ആ കൂട്ടത്തിൽ 2 പേരാണ് ഞങ്ങൾ. അല്ല, നമ്മള് പടം സിനിമകൾ കണ്ടിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ റിവ്യൂ പറയുമ്പോഴത്തേക്കും എങ്ങാനും ഒരു ഇച്ചിരി നെഗറ്റീവായിട്ട് ഓഡിയൻസിന് ഫീൽ ചെയ്ത എല്ലാവരുടെയും കമന്റ് ഉണ്ട്, എങ്കിൽ നീ ഒരു പടം ചെയ്ത് കാണിക്കടാ ആഗ്രഹമുണ്ട്. അത് തന്നെ, അതിനുള്ള ശ്രമമാണ് ഞങ്ങളുടെ. അത് നിങ്ങൾ ബാക്കിയോട് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ സിനിമയിൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പടത്തെപ്പറ്റി വളരെ ആത്മാർത്ഥമായി സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാൽ നാളെ പ്രശ്നം ഉണ്ടാവും. ശരിയാണ്, അത് സംഭവിക്കും, നമുക്കറിയാം. പക്ഷെ ഞങ്ങൾ സിനിമ ചെയ്യുന്നവരെ ഞങ്ങളൊരു ഓഡിയൻസാണ് അല്ലേ. നമ്മളൊരു സിനിമ ചെയ്യുന്നവരെ ഞങ്ങളുടെ ഓഡിയൻസാണ്. അപ്പോൾ ആസ് എൻ ഓഡിയൻസ് ഞങ്ങൾക്ക് നമ്മൾ കാണുന്ന ഒരു വർക്ക് ഓഫ് ആർട്ടിനെ നമുക്ക് റിവ്യൂ ചെയ്യാൻ സാധിക്കും. അതിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ നാളെ നമുക്കൊരു അവസരം ഇല്ലാണ്ടാവുക എന്ന് പറഞ്ഞാൽ അടുത്ത അവസരം ഉണ്ടാക്കുക എന്നുള്ളൂ അല്ലേ. അതിനകത്ത് അങ്ങനെ പേടിച്ചത് നമ്മളെങ്ങനെ ജീവിക്കുന്നത്? അല്ല, എനിക്ക് തോന്നുന്നില്ല മലയാളം ഇൻഡസ്ട്രി അത്രയും പ്രശ്നം നമുക്കിവിടെ ഇല്ല. ഇതൊക്കെ ഒരു സ്പോർട്സ് ഫാൻ സ്പിരിറ്റിൽ എടുക്കാൻ മനസ്സുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളവർ. നമ്മൾ ആരെയും മനഃപൂർവ്വം താഴ്ത്തിക്കെട്ടാൻ അല്ലെങ്കിൽ അങ്ങനെ മോശം പറയാൻ ശ്രമിക്കുന്നില്ല. നമുക്കൊരു സിനിമ കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ സ്പോർട്സ്മാൻമാരുണ്ടെന്നുള്ളതേ ഉള്ളൂ ഡൗട്ട്. അതെ, എന്തായാലും സോ ഈ പരിപാടി കൊള്ളാം. ഇത് ശരിക്കും ഇത് തിയേറ്ററിൽ സിനിമകൾ ഓടുന്ന സമയത്ത് അതേ ദിവസം 29-ാം തീയതി OTT കുറച്ചധികം സംഭവങ്ങൾ വരുന്നുണ്ട്. 29-ാം തീയതി 28, 29 ദിവസങ്ങൾ ഒരു സെക്കൻഡ് അതായത് ഓണത്തിന് കുത്തിരുന്ന് കാണാനുള്ള പരിപാടിയുണ്ട്. എല്ലാ ജോണലിലും ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട്. സോ പുള്ളിയുടെ എല്ലാ പടത്തിൻ്റെയും ടൈറ്റിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര ലെങ്തി ടൈറ്റിലാണ്. അതൊരിക്കലും എനിക്കൊന്ന് ഏതോ ഇന്റർവ്യൂവിൽ പുള്ളിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്ര ലെങ്തി ടൈറ്റിൽ വെക്കുന്നത്. അത് തന്നെ വായിക്കാൻ നമ്മളൊരു ടൈം സ്പെൻഡ് ചെയ്യും. അത് അവർ പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് ഈ പേര് ഒരുപാട് വലുതാണെങ്കിൽ ഇപ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കാൻ നിൽക്കുമ്പോൾ ചേട്ടാ സംഭവം വരണം, നല്ല സംഘത്തിന് ഒരു ടിക്കറ്റ് വേണം. പുള്ളിയുടെ മറ്റേ ആവാസ വ്യൂഹത്തിൻ്റെ ഒറിജിനൽ നിയമം എന്ന് പറഞ്ഞാൽ മറ്റേ വലിയൊരു പേരാണ്. പക്ഷെ ഇതിനകത്ത് ഈ പറയുന്ന നാലര സംഘം എന്നാണ് നമ്മൾ പറയുന്ന മെയിൻ ടൈറ്റിലായിട്ട് വരുന്നതും. അതിന് ഇപ്പോൾ ടാഗ് ലൈൻ പോലെ ആയിരുന്നു മറ്റേ ആവാസ വ്യൂഹത്തിനുണ്ടായിരുന്നു. ആവാസ വ്യൂഹത്തിന് ടാഗ് ലൈൻ ഉണ്ടായിരുന്നു. അതേപോലെ അത് വേണം നമുക്ക് പറയാൻ ഉപയോഗിക്കാം. ബാക്കി നമുക്ക് അങ്ങനെ അതിനകത്ത് തന്നെ ഒരു ഇൻവോൾവ്മെന്റ്. അതന്നെ, പുള്ളി അതിൽ തന്നെ ഇങ്ങനെ ഒരു 3 പീസായിട്ട് നമുക്ക് ആ ടൈറ്റിൽ തന്നെ വരുന്നത്. അതൊരു മെയിൻ ഒരു ടൈറ്റിലുണ്ടാവും. ഇപ്പോൾ ഇതിൽ തന്നെ 4 സംഘം എന്നാണ് നമ്മൾ പറയുന്ന മെയിൻ ടൈറ്റിൽ. സോ അതാണ് അത് ഒരു ഡയറക്ടറുടെ അല്ലേ, ഒരാളുടെ ഒരു ഭയങ്കര വിഷണറി ആയിട്ടുള്ള ഒരാളെ നമുക്ക് ഇതിൽ പുള്ളിയിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ശരിക്കും ഞാൻ ഒരു ഫാനാണ് പുള്ളിയുടെ. കൃഷാന്ത് സാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, സാറിൻ്റെ ഒരു കമൻറ്റ് അല്ലേ. ആക്ച്വലി നമ്മുടെ ഇതിനു മുമ്പത്തെ വീഡിയോയ്ക്ക് പുള്ളി കമൻറ്റ് ചെയ്തിരുന്നു. ഈ വീഡിയോ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എത്തും എന്ന് എനിക്ക് തോന്നുന്നു. സോ ഇപ്പോൾ 4 സംഘം 29-ാം തീയതി സോണി ലിവിലൂടെയാണ് സ്ട്രീം ചെയ്യുന്നത്. എല്ലാവരും കാണുക.